യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചന ശ്രമം അനിശ്ചിതത്വത്തിൽ. യമനിലെ അഭിഭാഷകൻ ദിയ ഫാത്തിമയുടെ വിഷയം നമ്മളിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആരായിരുന്നു ദിയ ഫാത്തിമ എന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഇതിന് കുറച്ച് മുന്നേ വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിമിഷപ്രിയ ഇന്ന് യമൻ ജയിലിൽ കഴിയുന്ന ഒരു സ്ത്രീയാണ്. വർഷങ്ങളായിട്ട് കൊലക്കയർ കാത്തു കിടക്കുന്ന ഒരു സ്ത്രീയാണ് നിമിഷപ്രിയയുടെ ജീവിതത്തിൽ ചെയ്ത, നിമിഷപ്രിയയിൽ എടുത്ത് പറ്റിയ ഒരു അബദ്ധം എന്നും വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് ആ നിമിഷപ്രിയ ചെയ്ത തെറ്റ് അതൊരു അബദ്ധമായിരുന്നു എന്ന് കോടതിയെ നിമിഷപ്രിയക്ക് ബോധ്യപ്പെടുത്താൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ നിമിഷപ്രിയയുടെ വിഷയത്തെക്കുറിച്ച്. ഇത് നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടതിന് ശേഷം ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിമിഷപ്രിയയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ അറിയാൻ കഴിയും. അപ്പോൾ ഈ നിമിഷപ്രിയയെക്കുറിച്ച് പറയുമ്പോഴും ദിയ ഫാത്തിമയെക്കുറിച്ച് പറയുമ്പോഴും റഹീമിനെക്കുറിച്ച് പറയുമ്പോഴും ഇവിടെയൊക്കെ നമ്മളെ ഉമ്മമാരെയും അമ്മമാരെയും നിഷ്കളങ്കരായ മുഖം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കില്ല. കാരണം ഈ അമ്മമാരും ഉമ്മമാരൊക്കെ കഷ്ടപ്പാടും അവരെ മനസ്സുണ്ടല്ലോ, അവരെ ആ പ്രയാസപ്പെടുന്ന ആ വിങ്ങുന്ന മുഖം നമ്മൾ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മളെ മക്കളെടുത്ത് ഒരു പക്ഷേ പറ്റുന്ന തെറ്റുകൾ, അതേപോലെ നമ്മളെ മക്കൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മളെ മക്കൾ ചില സമയങ്ങളിൽ ജയിലിൽ കൊലക്കയർ വിധിക്കുക, അതൊക്കെ പറയുമ്പോൾ നമ്മളെ അമ്മമാരെയും പ്രാർത്ഥനകളാണ് അതിൽ വിധിയിൽ പോലും മാറ്റം വരുത്തുന്നത് എന്ന് ആർക്കും അറിയാതെ, ഞാൻ പറയാതെ തന്നെ നമുക്ക് അറിയുന്ന ഒരു യഥാർത്ഥ സത്യമാണത്. ഏതായാലും ഇവിടെ നിമിഷപ്രിയയുമായി ബന്ധപ്പെടുമ്പോൾ, ഈ കേസുമായി ബന്ധപ്പെടുമ്പോൾ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച ഒരാളുണ്ട്, സാമുവൽ ജെറോം. ഈ സാമുവൽ ജെറോമായിരുന്നു ഈ നിമിഷപ്രിയയുടെ അമ്മയെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി കൂടുതൽ തിടുക്കം കൂട്ടിയതും. അതുമായി ബന്ധപ്പെട്ട് ഈ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചപ്പോഴും ഇതിൽ നിന്നൊരു മാറ്റത്തിന്, ഒരു ബ്ലഡ് മണിയിലേക്ക് ചിന്തിക്കുമ്പോൾ എങ്ങനെ ഇതിനൊരു രക്ഷയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിമിഷപ്രിയയ്ക്കും വേണ്ടിയിട്ട് സാമുവൽ ജെറോമായിരുന്നു അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടതും. അത്തരത്തിൽ മറ്റു പലരുണ്ട്, അതിന് വേറെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ എന്താണ് നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ടതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചന ശ്രമം അനിശ്ചിതത്വത്തിൽ. യമനിലെ അഭിഭാഷകൻ സനാ നഗരത്തിൽ ഇല്ലാത്തതിനാൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായുള്ള ചർച്ച വൈകുന്നതാണ് തിരിച്ചടിയാകുന്നത്. നിമിഷപ്രിയയുടെ അഭിഭാഷകനെ കണ്ട ശേഷമാകും ബ്ലഡ് മണി സംബന്ധിച്ച ചർച്ചയുണ്ടാവുക. ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, എന്താണ് തടസ്സമാവുന്നത്? അഭിഭാഷകൻ ഇപ്പോൾ നഗരത്തിലില്ല എന്ന് പറയുന്നപ്പോൾ അബ്ദു മഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്താനുള്ള ശ്രമങ്ങൾ എത്രത്തോളമായിരുന്നു? ആര്യ, ഇതിൽ പടിപടിയായി മുന്നോട്ട് പോകാനാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയും ഒപ്പം ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ആദ്യം യമനിലെ സനായിലെ ജയിലിലെത്തി നിമിഷപ്രിയയെ കഴിഞ്ഞ വ്യാഴാഴ്ച കണ്ടത്. ഇതിനുശേഷം അവർ സന നഗരത്തിൽ തന്നെ തങ്ങുകയാണ്. ഒരു മലയാളിയുടെ വീട്ടിലാണ് സാമുവൽ ജെറോമും പ്രേമകുമാരിയും തങ്ങുന്നത്. അവർ കാത്തിരിക്കുന്നത് യമനിലെ നിമിഷപ്രിയയുടെ, അതായത് ഈ കേസുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ ഒരു അറേബ്യൻ അഭിഭാഷകനുണ്ട്. ഈ അഭിഭാഷകനാണ് കേസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ ഇന്ത്യയിലെ ഒരു ലോയർക്ക് പോയിട്ട് ഡയറക്റ്റ് അവിടെ കേസ് വാദിക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യമല്ല, വിചാരണ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ തൂക്കുകയർ വിധിച്ചിട്ട് വർഷങ്ങളായി, 2017 എങ്ങാണ്ട് തൂക്കുകയർ വിധിച്ചതാണ്. അത് ഇപ്പോൾ ഏകദേശം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ കേസുമായി ഉള്ള പ്രധാനപ്പെട്ട കുറേ കാര്യത്തിലേക്കാണ് പോകുന്നത്. നിമിഷപ്രിയക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് സാമുവൽ ജെറോം അവിടെ നിന്ന് ഇവിടെ എത്തിപ്പെട്ടതും. ഈ സാമുവൽ ജെറോമിൻ്റെ ഏകദേശം ഒരു വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ശരിക്ക് ഈ നിമിഷപ്രിയയുടെ അമ്മ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടത്. വർഷങ്ങളായിട്ട് ഈ നിമിഷപ്രിയയുടെ അമ്മ ഇവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ യമനിൽ എത്തിപ്പെടാൻ. കാരണം ഇന്ത്യയും അതേസമയം ഈ യമനും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധം
വിവാഹത്തിനുള്ള അത്രമാത്രം ശക്തമല്ലാത്തത് കൊണ്ട് തന്നെ യമനിലേക്ക് ഈ അമ്മയെ അയക്കുന്നത്. കാരണം പ്രത്യേകിച്ച് അവിടെ ഈ യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ആഭ്യന്തര കലാപങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ഒരു കൊലപാതകമൊക്കെ നടന്നത്. വിചാരണ നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള സമയത്ത് കോടതിയിൽ ഹാജരായിരുന്നത്. യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിൽ അടക്കം ഹാജരായിരുന്നത്. അതുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഈ അഭിഭാഷകനാണ് ഇതിനെ സംബന്ധിച്ച് ധാരണയുള്ളത്. ഈ അഭിഭാഷകനെ ആദ്യം നേരിട്ട് കാണേണ്ടതുണ്ട്, പ്രേമകുമാരിയും ഒപ്പം സാമുവൽ ജെറോമും. ഇതിന് ശേഷമായിരിക്കും ഈ അഭിഭാഷകനുമായുള്ള നിമിഷപ്രിയയുടെ യമനിലെ അഭിഭാഷകനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായുള്ള ചർച്ച. കാരണം ഈ അഭിഭാഷകൻ വഴി മാത്രമാണ് അവരുമായി, അതായത് ഈ തലാൽ അബ്ദു മഹദി എന്ന് പറയുന്ന ആളെ മുൻപ് കൊലപ്പെടുത്തി എന്നുള്ള കേസിനാണ് ഈ നിമിഷപ്രിയ ജയിലിൽ അകപ്പെട്ടിട്ടുള്ളത്. അന്ന് ഈ നിമിഷപ്രിയ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് ഈ വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയിട്ട് ഇട്ടതായിരുന്നു കേസ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ നിമിഷപ്രിയ അല്ല ആ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് എന്ന് പിന്നീട് ഈ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം അതും എൻ്റെ മനസ്സിലാക്കലാണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എത്രമാത്രം എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് എനിക്ക് അറിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ ഈ ബ്ലഡ് മണിയൊക്കെ നിഷേധിച്ച സ്ഥിതിക്ക് ബ്ലഡ് മണി പോലും സ്വീകരിക്കാൻ ഈ തലാൽ മഹദി എന്ന ഫാമിലി തയ്യാറായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു കോംപ്രമൈസിലേക്ക് പോകുമ്പോൾ അതിന് ഒരേ ഒരു രക്ഷ മാത്രമേ ഉള്ളൂ. ഈ തലാൽ മഹദി ഒരു ട്രൈബൽ ഫാമിലിയാണ്, അതായത് ഗോത്ര കുടുംബമാണ്. ഈ ഗോത്ര കുടുംബം ആയതുകൊണ്ട് തന്നെ ഈ തലാൽ മഹദിയെ സംബന്ധിച്ചിടത്തോളം അവരെ ഗോത്ര വിഭാഗത്തോട് ചോദിച്ചിട്ട് അവരുടെ തലവന്മാരായിട്ട് സംസാരിക്കണം. അപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഇവിടെ ഈ ലോയറാണ്, അതായത് അഭിഭാഷകനാണ്. അഭിഭാഷകനും ഒരു അറബിയാണ്. അപ്പോൾ സനയിൽ ഈ അഭിഭാഷകൻ ഇപ്പോൾ എത്തിയിട്ടില്ല. കാരണം വർഷങ്ങൾക്ക് ശേഷം ഈ അമ്മയും അതേപോലെ സാമുവൽ ജെറാമും ഇവിടെ ഈ അമ്മയെ എത്തിച്ചതിന് ശേഷം ഈ അമ്മയുടെ മനസ്സ് കണ്ടിട്ടെങ്കിലും അവർക്ക് അലിവുണ്ടാവും എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എന്താ പറയുക അവസാനത്തെ ഒരു ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് സാമുവൽ ജെറോം ഈ അമ്മയെ ഇവിടെ എത്തിച്ചത്. മാത്രമല്ല സ്ത്രീകളുടെ വിഷമം അല്ലെങ്കിൽ സ്ത്രീകളുടെ മനോഭാവം, വിഷമകരമായ മുഖം കണ്ടു കഴിഞ്ഞാൽ അറബികൾക്ക് സാധാരണ അലിവ് തോന്നാറുണ്ട്. അത്തരം ഒരു ഐഡിയാസിൽ കൂടെയാണ് സാമുവൽ ജെറോം ഇവിടെ നിമിഷപ്രിയയുടെ അമ്മയെ എത്തിച്ചിട്ടുള്ളത്. ബാക്കി നമുക്ക് കേൾക്കാം. സംസാരിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ സമവായ ചർച്ചകൾക്ക് തുടക്കമിടണമെങ്കിൽ നിമിഷപ്രിയയുടെ യമനിലെ അഭിഭാഷകനെ കാണേണ്ടതുണ്ട്. പക്ഷേ നിമിഷപ്രിയയുടെ യമനിലെ അഭിഭാഷകൻ നിലവിൽ സന നഗരത്തിന് പുറത്താണ്. അദ്ദേഹം തിരിച്ചെത്തിയതിന് ശേഷമായിരിക്കും ഇത്തരമൊരു സമവായ ചർച്ച, അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ അമ്മയും സനയിലെ നിമിഷപ്രിയയുടെ അഭിഭാഷകനുമായി കാണുന്നത്. അതിനുശേഷമായിരിക്കും കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായി ബ്ലഡ് മണി സംബന്ധിച്ച ചർച്ചയടക്കം നടക്കുന്നത്. നേരത്തെ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ വിചാരണ കോടതി ഒരിക്കലും ഈ അഭിഭാഷകന് മുഖേന മാത്രം അത് ചർച്ച ചെയ്താലേ ഈ നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു തീരുമാനമാവുള്ളൂ. കാരണം എന്തുകൊണ്ടും സാമുവൽ ജെറോം ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഇത്തരത്തിൽ ഇവരെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന ആളുകളായിട്ട് സംസാരിച്ചാൽ ഇതിനൊരു തീരുമാനമുണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ റഹീമിൻ്റെ കേസൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ റഹീമുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഉണ്ടല്ലോ. റഹീം വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ 18 വർഷം ജയിലിൽ കഴിഞ്ഞ റഹീമിൻ്റെ കേസുമായി നമ്മൾ ചിന്തിക്കുമ്പോഴേ അതിലും ഒരു അറബി ഉണ്ടായിരുന്നു, മുതിർന്ന അറബി. ആ അറബിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാവശ്യം ഈ ഒരു ഫാമിലിയുമായി ബ്ലഡ് മണിക്ക് അവിടെയും തയ്യാറായിരുന്നില്ല ഈ റഹീമിൻ്റെ കേസുമായി ബന്ധപ്പെടുമ്പോൾ. അങ്ങനെ ഈ റഹീമിൻ്റെ കേസുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇതൊരു ഫൈനൽ ഡിസിഷനിലേക്ക് പോകുന്നത് ഒരുപാട് കാലങ്ങളോളം വർഷങ്ങളോളം അവരുമായി ഒരു കോണ്ടാക്റ്റ് ബന്ധം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് എങ്കിലും ഈ ഒരു ഫാമിലിക്ക് ഒരു മനംമാറ്റം ഉണ്ടായിക്കോട്ടെ എന്നുള്ള ലെവലിലായിരുന്നു ഈ ഒരു ശേഷം ഒരു 10 വർഷം അല്ലെങ്കിൽ 6 വർഷത്തോളം ഈ റഹീമിൻ്റെ ഈ കേസുമായി ബന്ധപ്പെടുമ്പോൾ അനസിൻ്റെ ഫാമിലി ഉണ്ടല്ലോ, ഈ കൊല്ലപ്പെട്ട ആ പയ്യൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാലം അങ്ങനെ അതുകൊണ്ട് തന്നെ പിന്നീട് അതൊരു ഫൈനൽ ഇതിലേക്ക് വന്ന് നെഗോഷിയേഷനിലേക്ക് വന്ന് ഒരു 34 കോടിയിലേക്ക് വരികയായിരുന്നു. അതേസമയം നമ്മൾ ഇവിടെ ഈ നിമിഷപ്രിയയിലേക്ക് വരുമ്പോൾ
ഒരിക്കലും ഇത്തരത്തിലൊരു നെഗോസിയേഷൻ പോലും എത്തപ്പെട്ടിട്ടില്ല. കാരണം ആ ഫാമിലി, ഈ തലാൽ മഹദിയുടെ ഫാമിലി ഒരിക്കലും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെടുമ്പോൾ ഒരിക്കലും ഇതുമായി സത്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു അഭിഭാഷകന് ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ സത്യം മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ നിമിഷപ്രിയക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. ഈ അഭിഭാഷകനുമായി നേരിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇതുവരെ നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാണോ അറിയാൻ കഴിയുന്നത്? അത്തരമൊരു കൂടിക്കാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച മെനിങ്ങാന്ന് ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്തരമൊരു കൂടിക്കാഴ്ച ഇതുവരെയും ഉണ്ടായിട്ടില്ല. സനായിലെ നിമിഷപ്രിയയുടെ സനായിലെ അഭിഭാഷകൻ നഗരത്തിന് പുറത്താണ്. അതുകൊണ്ട് നഗരത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുമില്ല. ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ചാൽ ഈ നിമിഷപ്രിയയുടെ അമ്മ യമനിൽ നിന്ന് ഇവിടെ എത്തി, വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞു, യമനിൽ എത്തിപ്പെടാൻ കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്ന് പല നിയമ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇതൊരു ചർച്ചയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. മാത്രമല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ ജയിലിൽ വന്ന് നിമിഷപ്രിയയൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ കാരണം ഇവരുടെയൊക്കെ അഭിഭാഷകൻ്റെ ഒരു അഭാവം ഒരു വലിയ പ്രശ്നമായി മാറും. അപ്പോൾ ഏത് തന്നെ ആയാലും നിമിഷപ്രിയക്ക് നമ്മളൊരു നീതി കിട്ടണം. അവൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള സത്യസന്ധമായിട്ട് അവരുടെ ബോധ്യപ്പെടുത്തുന്ന സമയത്ത് അവർക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ് സാമുവൽ ജെറാമും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുനിത ദേവദാസും അതേപോലെ മറ്റൊരു ലോയറും കൂടെ ഇതിനെക്കുറിച്ച് വളരെ സത്യസന്ധമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനും മനസ്സിലാക്കിയ ഇതിൻ്റെ അറിവിൽ നിന്നാണ് ഞാനും ഇതിനെക്കുറിച്ച് ഈ കേസുമായി ബന്ധപ്പെടുമ്പോൾ ഞാനും മനസ്സിലാക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. കാരണം അവിടെ പറഞ്ഞാൽ അന്ന് ആ കൊല നടത്തിയതിന് ശേഷം സംഭവം കൊല ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. നിമിഷപ്രിയ കുറഞ്ഞ ഡോസിൽ ഈ മരുന്ന് കുത്തി വെച്ചു. കാരണം മയങ്ങിക്കിടന്ന ശേഷം ഈ തലാൽ മഹദിയുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുത്തിവെച്ച ശേഷം മയങ്ങുന്ന നേരം ആ പാസ്പോർട്ടുമായി കടന്നു കളയാം എന്നായിരുന്നു ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു തലാൽ മഹദി. അതേസമയം തലാൽ മഹദിയുടെ ഒരു പാർട്ട്ണറും കൂടെയാണ് നിമിഷപ്രിയ. അപ്പം ഏത് തന്നെയായാലും ഇവിടെയൊക്കെ വിഷമിക്കുന്നത് ഉമ്മമാരും അമ്മമാരും അമ്മച്ചിമാരൊക്കെ തന്നെയാണ്. ദിയ ഫാത്തിമയുടെ അമ്മയുടെ 10 വർഷത്തെ വളരെ വിഷമകരമായ അവസ്ഥയിലാണ് ആ ഉമ്മ കഴിയുന്നത്. അതേസമയം നമ്മളെ റഹീമിൻ്റെ മോചനം കാത്തു കഴിയുന്ന ഒരു ഉമ്മ. അതേസമയം തന്നെ നിമിഷപ്രിയയുടെ അമ്മയുടെ അവസ്ഥ വിഷമകരം ഘട്ടം. ഒരു അമ്മയുടെ കരച്ചിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു വളരെ വിഷമകരമുള്ള കാര്യമാണ്. എന്ത് തന്നെ ആയാലും ഇതിനൊക്കെ ഒരു പര്യവസാനം ഉണ്ടായിക്കൊണ്ട് ഈ ദിയ ഫാത്തിമയാണെങ്കിലും നിമിഷപ്രിയ ആണെങ്കിലും റഹീമിൻ്റെ ഉമ്മയാണെങ്കിലും എന്ത് തന്നെയായാലും അവർക്കൊരു സമാധാനം, അവരുടെ കണ്ണീരൊപ്പാൻ എന്ത് തന്നെ ആയാലും നമ്മളെക്കൊണ്ട് കഴിയട്ടെ എന്നോടെയാണ് പറയുന്നത്. ആരും ബാഡ് കമൻ്റ് അടിക്കരുത്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എൻ്റെ കൂടെ നിങ്ങൾ കട്ടക്ക് നിൽക്കണം എന്നാണ്. ഞാൻ ഇത്തരത്തിലുള്ള പല കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ചർച്ചകളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ആ സമയത്തൊക്കെ നിങ്ങളെ ഒരു അനുയോജ്യമായ സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊരു അവസ്ഥ, നമ്മളെ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് വരുന്നൊരു ഇത്തരത്തിലൊരു വിപത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഏതായാലും ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾക്ക് പലപ്പോഴും നമ്മളെ ഇതിലൊന്നും പെടാതെ അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളൊന്നും നമ്മൾ പെടാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഉമ്മമാരെ പ്രാർത്ഥനകളാണ്. ഉമ്മമാരെ പ്രാർത്ഥനകളില്ലെങ്കിൽ നമ്മൾ എപ്പോഴോ എന്തെങ്കിലും ഒരു അപകടത്തിൽ പെടുമായിരുന്നു. എൻ്റെ മകന് ഒന്നിലും പെടല്ലേ എന്ന് അവരെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, പുതിയ മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.